Monday comment box ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ Monday comment box ൽ ആദ്യത്തെ കമന്റ് സോങ് ഫോർ ജോയ് എന്ന ചാനലിലാണ്. അപ്പോൾ വൈഫ് ആണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് വീഡിയോയിൽ ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു. സബ്വൂഫറിനകത്ത് ഒരു ഫോം ഫില്ല് ചെയ്യുന്ന ടൈപ്പ് ഒരു വീഡിയോ. അതിനകത്ത് വൈഫാണ് അതിൽ വർക്കൊക്കെ ചെയ്തത്. കാരണം എൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ട് ഇപ്പോൾ ഈ അവസ്ഥയിലാണുള്ളത്. രണ്ട് കൈയും ഷോൾഡറും എല്ലാം പ്രശ്നമാണ്. ഇപ്പോൾ ഈ കൈ ഇങ്ങനെ പൊങ്ങുന്ന പോലെ ഈ കൈ പൊങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ കൈയിൻ്റെ കൊണ്ട് മാത്രം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതും കൂടി കിട്ടണം. ഇതിപ്പോൾ ആദ്യം തീരെ അനങ്ങുന്നില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അത് ഒരു 10-15 ദിവസം കഴിയും അങ്ങനെ സാധാരണ പോലെ ആവാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയം വരെ ഇങ്ങനെയുള്ളൊരു സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഏറ്റവും അടുത്തുള്ള വൈഫല്ലേ, അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോയിൽ അത് അങ്ങനെ വൈഫിൻ്റെ കൈ കണ്ടത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ ആഷ്ലിൻ വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുണ്ട്. നേരെ ആവുന്നവരെ എല്ലാവരും ഒരു സാവകാശം തരിക എന്ന് പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ വർക്ക് തന്നവരൊക്കെ എന്തായാലും ആ ഒരു സാവകാശം തരിക. ഈ ഒരു പ്രശ്നം കാരണം എല്ലാം കുറച്ച് സ്ലോ ആണ്. ആദ്യം ഒരു പ്രാവശ്യം പണ്ട് പരിക്ക് പറ്റിയാണ്, ഇപ്പോൾ രണ്ടാമത് പിന്നെയും പരിക്ക് പറ്റിയിട്ടുണ്ട്. ശരിയാവും, ഒക്കെ ശരിയാവും. അപ്പോൾ അടുത്ത കമൻറ്റ് അജിത് കുമാർ CH എന്ന ആളുടെയാണ്. അപ്പോൾ താങ്ക്സ് എന്നുള്ള ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാഷേ ഒരു ലിഥിയം അയോൺ 3.7 വോൾട്ട് ബാറ്ററി ചാർജിങ്ങിൻ്റെ സർക്യൂട്ട് ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ലിഥിയം അയോൺ ബാറ്ററി ചാർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിമ്പിൾ സർക്യൂട്ടുകൾ കിട്ടാനുണ്ട്. ലിഥിയം അയോൺ ബാറ്ററിക്ക് ചെറിയ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ തന്നെ ചാർജിങ് ഫുള്ളായാൽ കട്ട് ഓഫ് ആവണം. അതേപോലെ ചാർജിങ് കുറഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ചാർജിങ് തുടങ്ങണം എന്നുള്ള ഓപ്ഷനാണ് അതിന് ശരിക്കും വേണ്ടത്. ഇല്ലാച്ചാൽ അത് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കറക്റ്റായിട്ട് ചാർജ് ആവാൻ നമ്മൾ പഴയ ഒരു വീഡിയോയിൽ BSM ബോർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ 3.7 വോൾട്ട് 7 വോൾട്ട് അങ്ങനെ എത്ര എണ്ണാണോ കൂട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള നിലക്ക് ഇതേപോലത്തെ ബോർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡ് വെച്ചിട്ട് നിങ്ങൾ 5 വോൾട്ട് സാധാരണ നിങ്ങളുടെ മൊബൈൽ ഇതുപോലുള്ള ചാർജിങ് എന്തെങ്കിലും അതിലേക്ക് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചാർജ് ചെയ്യും. ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കും. ചാർജിങ് കട്ടായാൽ കട്ടാവും, അതായത് ചാർജിങ് ഫുള്ളായാൽ കട്ടാവും. പിന്നീട് ചാർജ് കയറേണ്ട ആവശ്യം വരുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കയറാൻ തുടങ്ങും. അപ്പോൾ അത് വാങ്ങുന്നതോ ഈ സർക്യൂട്ട് ഉണ്ടാക്കുന്നതോ ഏറ്റവും ബെസ്റ്റ് എന്ന് ആലോചിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ അടുത്ത കമൻറ്റ് തമ്പി ജേക്കബ് എന്ന ആളുടെയാണ്. പിക്കപ്പ് ലാമ്പ് സൗണ്ടിനെ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് മനസ്സിലായില്ല. അതായത് നമ്മളെ ഷോർട്സിൽ നമ്മൾ ഇതുപോലൊരു കാണിച്ചു തരാം. ഇതുപോലെയുള്ള ഒരു പിക്കപ്പ് ലാമ്പ് നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മൈക്ക് വെച്ചിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നതനുസരിച്ച് ഇത് പ്ലേ ആവുക. നിങ്ങൾ കണ്ടോ, കറക്റ്റായിട്ട് പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഈ പ്ലേ ആവുന്നത് നമ്മൾ ഈ മൈക്കിന് പകരം നമ്മൾ ഓഡിയോ ലെവൽ കൊടുത്തിട്ട് ഓഡിയോ സിഗ്നൽ കൊടുത്തിട്ട് അതിനനുസരിച്ച് പ്ലേ ആക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ചെയ്തതിലാണ് ഈ കമൻറ്റ്സ് കുറേ പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം, നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണല്ലോ, അത് ഈ ഒരു സുഖം ഒഴിവാക്കിയിട്ട് എന്തിനാണ് അത് അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലായി? ഒരുപാട് പേർക്ക് സംഗതി മനസ്സിലായില്ലേ? നമുക്ക് ഓഡിയോ ലെവൽ ഇൻഡിക്കേറ്ററായിട്ട് VO മീറ്റർ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഈ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സംസാരിക്കുക, അപ്പോൾ പാട്ട് വെക്കുന്നതിൻ്റെ കൂടെ ഈ സംസാരിക്കുക എന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഈ സംസാരിക്കുമ്പോൾ ആ മ്യൂസിക് ലെവലിൻ്റെ കൂടെ ഈ മൈക്കിൻ്റെ സൗണ്ടും അതേപോലെ പുറമെയുള്ള ഏതെങ്കിലും സൗണ്ടും ഒക്കെ ക്യാച്ച് ചെയ്തിട്ട് അതും കൂടി അതിൻ്റെ കൂടെ പ്ലേ ആവും. അത് പ്ലേ ആകുമ്പോൾ അത് നമുക്ക് ആ മ്യൂസിക് ലെവലായിട്ട് തോന്നുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനാണ് അതിൻ്റെ മൈക്ക് ഇൻപുട്ട് കട്ട് ചെയ്തതും അത് ഡയറക്റ്റ് ഓഡിയോ ലെവൽ നമ്മൾ വോളിയത്തിനനുസരിച്ച് പ്ലേ ആവുന്ന രൂപത്തിലാക്കിയതും. നമുക്കത് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവലിൽ വേണം വെക്കാം. അങ്ങനത്തെ ഡബിൾ വെക്കാം, കുത്തനെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് 2 സൈഡിൽ വെക്കാം. അതൊക്കെ എങ്ങനെ വേണം ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ലെവൽ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കിട്ടും. അതായത് ഓഡിയോ ലെവൽ ഇൻഡിക്കേറ്റർ, ഓഡിയോ ലെവൽ മീറ്റർ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഓൺ ഓഫ് സ്റ്റാൻഡ് ബൈ ഒഴിവാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലർ പറയുന്നത് സ്റ്റാൻഡ് ബൈക്ക് ഈ പവർ ബട്ടൺ നമ്മൾ ബാക്കിലോ ഫ്രണ്ടിലോ എവിടെയെങ്കിലും ഒരു പുഷ് ബട്ടൺ കൊടുത്താൽ നമുക്ക് ടച്ച് ചെയ്താൽ ഓണാവും, അതല്ലെങ്കിൽ അത് ഓഫായി കിടക്കും. ആ രീതിയിലാക്കാം. അപ്പോൾ പവറിന് നമുക്ക് ചാർജിങ്ങിന് ഇതിൻ്റെ കൂടെ കേബിൾ കിട്ടും, അത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതൊക്കെ പാടായിട്ട് നമ്മളൊരു VO മീറ്റർ അടക്കം മാത്രം ചെയ്യുന്ന ഒരു പ്രീ ആമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ കണക്ഷൻ ഞാനൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ആവശ്യം മൈക്ക് ലെവലിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അത് ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ ആ എല്ലാ വോയിസും പിടിക്കാതെ നമുക്ക് ആ ഓഡിയോ ലോഡ്സ് മാത്രം അനുസരിച്ച് ഇത് ഈ VO മീറ്ററായിട്ട് ഇത് പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്ത അവൻ്റെ വിജിൻ സുമോ എന്ന ആളുടെയാണ്. ഞാനൊരു യൂണിവേഴ്സൽ എക്കോ ബോർഡ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ ബുബു എന്ന സൗണ്ട് വരുന്നു. ബാറ്ററിയിൽ കൊടുത്താൽ കുഴപ്പമില്ല, ട്രാൻസ്ഫോമർ മാറ്റി, ഡയോഡ് മാറ്റി, ബോർഡ് മാറ്റി, എല്ലാം വർക്കിംഗ് തന്നെയാണ്, പ്ലീസ് മറുപടി. അപ്പോൾ ആ ബുബു സൗണ്ട് വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്ഫോമറും ഡയോഡും എല്ലാം മാറ്റിയ സ്ഥിതിക്ക് നിങ്ങളുടെ ഈ ബോർഡിലേക്ക് വരുന്ന ഒരു സപ്ലൈ ഉണ്ട്. ആ സപ്ലൈ നിങ്ങൾ കറക്റ്റായിട്ട് നല്ല ആക്യുറേറ്റ് ഫിൽറ്ററിങ് ആണ് വരുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതിൽ ട്രാൻസ്ഫോമറും മാറ്റി, ബോർഡ് ഏതാ മാറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ ബോർഡ് വേറെ മാറ്റി നോക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ.
അപ്പോൾ അതുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ബോർഡ് തന്നെ നമുക്ക് അതിലേക്കുള്ള 12 വോൾട്ട് ഫിൽറ്ററിങ് കറക്റ്റ് ആണോ നോക്കുക. അതിനിപ്പോൾ റെഗുലേറ്റ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് കൊടുത്തു നോക്കുക. അല്ല ബാറ്ററിയിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ യാതൊരു സംശയമില്ലല്ലോ. ഒരു പ്യുവർ പെർഫെക്റ്റ് DC അതിലേക്ക് വരുമ്പോൾ അത് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാത്തപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിന് ഫിൽറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണല്ലോ ആ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം കൂടുതൽ ഫിൽറ്റർ ചെയ്തിട്ട് നിങ്ങൾ ട്രാൻസ്ഫോമറിൽ നിന്ന് കൊടുത്തു നോക്കുക. നിങ്ങളെ ഫിൽറ്ററിങ് ചിലപ്പോൾ മോശമായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഇങ്ങനത്തെ എക്കോ ബോർഡ് ടോൺ ബോർഡൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഈ നോയ്സ് വരുന്നതിന് പ്രധാന കാരണം അതിൻ്റെ ആ ഓഡിയോ ലെവലിലേക്കുള്ള ഫിൽറ്ററിങ് മോശമായിട്ടുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ ഓഡിയോ ലെവലിലേക്കുള്ള ഫിൽറ്റർ പവർ ആമ്പിലേക്കുള്ള ഫിൽറ്ററിങ്ങിൻ്റെ അതേ കണ്ടീഷൻ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ സൗണ്ട് അതിലൂടെ ആ പ്രശ്നം അതിൽ ഫിൽറ്ററിങ് ചെയ്താൽ മാറുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ അത് വരാൻ വേറെ സാധ്യതയൊന്നുമില്ല. അടുത്ത റോഷൻ നെടുന്നിലത്ത് എന്നാണ് നാളുടെ ചാനലാണ്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് സൈഡ് ചാനൽ കൊടുക്കാൻ ട്രാൻസിസ്റ്റർ ബോർഡ് തോഷിബോ 5200 ആണോ മോസ്ഫെറ്റ് ബോർഡ് ആണോ കൂടുതൽ നല്ലത്? അതായത് 5200 1943 ആണോ അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൺഡേ കമൻറ്റ് ബോക്സിൽ പറയാമോ? ലെഫ്റ്റ് റൈറ്റ് ചാനൽ കൊടുക്കുന്നതും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുന്നതും സെൻറ്റർ ആയിട്ട് കൊടുക്കുന്നതും ഒക്കെ തമ്മിൽ എന്താ ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുമോ? അങ്ങനെ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വേറെ ഒരു തരം ആംപ്ലിഫയർ അവിടേക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു 40-50 വാട്ട്സ് ആണ് ഓരോ ചാനൽ എന്ന് ഉദാഹരണം വിചാരിക്കുക. അപ്പോൾ രണ്ട് സൈഡ് ചാനൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനലിന് 50 വാട്ട്സ് സ്പീക്കേഴ്സാണ് കൊടുത്തുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് സിപ്പോ അവാർഡോ മറ്റോ കൊടുത്ത് വിചാരിക്കുക. ഫ്രണ്ടിലും അതേപോലെ തന്നെ നമ്മൾ 2 അവാർഡോ സിപ്പോ ഫ്രണ്ട് ചാനലിനെടുത്തു 50 വാട്ട്സ്, സെൻറ്ററിന് 25 എടുത്തു സീരീസ് ചെയ്ത് 50 വാട്ട്സ് ആക്കി നമ്മൾ അവിടെ കറക്റ്റായിട്ട് സെൻറ്റർ ചാനലും ചെയ്തു. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന ഫ്രണ്ടിലെ 2 ചാനലിനും കൊടുത്തുള്ളത് 5200 943 ആണെങ്കിൽ അത് തന്നെ ഇതിലേക്കും കൊടുക്കാം. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോർഡ് സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് വ്യത്യാസം ഇപ്പോൾ കുറഞ്ഞ ടൈപ്പാണ് സ്പീക്കേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്, ഫ്രണ്ടിനായിട്ട് പവർ കുറഞ്ഞതാണ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഈ മോസ്ഫെറ്റിന് പകരമോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന് പകരമോ ഏതെങ്കിലും ചെറിയ ടൈപ്പ് IC സെലക്ട് ചെയ്യാം. അല്ലാതെ ഇതിന് പ്രത്യേകമായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ശരിക്കും ഈക്വലായിട്ട് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഫ്രണ്ടിൽ 50 വാട്ട്സ് 4 ohms ആണ് കൊടുത്തെങ്കിൽ സൈഡിനും 50 വാട്ട്സ് 4 ohms തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സെയിം ഫ്രണ്ടിന് ഉപയോഗിച്ച സെയിം ബോർഡ് തന്നെയാണ് നമ്മൾ റിയർ സൈഡിൻ ചാനലിനും ഉപയോഗിക്കുന്നത്. അടുത്ത അവൻ്റെ സൂരജ് R എന്ന ചാനലിൻ്റെയാണ്, ആ നാളുടെയാണ്. മാഗ്നറ്റ് ചാർജിങ്ങിനെ പറ്റി കഴിഞ്ഞ മൺഡേ കമൻറ്റ് ബോക്സിലും പറഞ്ഞില്ല, ഇതിലും പറഞ്ഞില്ലല്ലോ. മാഗ്നറ്റ് ചാർജിങ് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ സ്പീക്കറിൻ്റെയൊക്കെ മാഗ്നറ്റ് ചാർജിങ് ആണോ? അതായത് ചാർജ് ചെയ്ത് പവർ കൂട്ടാം എന്നൊക്കെയുള്ള ഓപ്ഷൻസ് കുറേ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മാഗ്നറ്റ് ചാർജ് ചെയ്യാനാണോ ഉദ്ദേശിച്ചതെങ്കിൽ അതിനെ പറ്റിയുള്ള ചെറുതായിട്ടൊന്ന് പറയാം. അതായത് നമ്മുടെ സ്പീക്കേഴ്സിന് മുകളിലുള്ള മാഗ്നറ്റ് ചിലപ്പോൾ വർക്കിംഗ് കുറേ കാലത്തിന് ശേഷം കുറയേ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ട്രോങ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരു അടുത്തേക്ക് കോണ്ടാക്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് പവർ വ്യത്യാസം വരും, കുറയും. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന കാര്യങ്ങളും മീറ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ചെക്ക് ചെയ്താൽ ശരിക്കും ഇതിൻ്റെ മാഗ്നറ്റിക് പവർ കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മാഗ്നറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താ അതിൻ്റെ മെഷർമെൻറ്റ്, അതിൻ്റെ അളവ് രീതികൾ എത്ര വേണം. ഇപ്പോൾ ഒരു 8 ഇഞ്ച് ഒരു വൂഫറാണ് അല്ലെങ്കിൽ ഒരു 12 ഇഞ്ച് വൂഫറാണ്. അപ്പോൾ അതിൻ്റെ ആ മാഗ്നറ്റ് എത്ര വാട്ട്സിന് എത്ര പവർ വേണം എന്നുള്ള ഒരു കണക്കിൽ ആ കണക്കിൽ പ്രകാരമുള്ള പവർ ഈ മാഗ്നറ്റിന് ഉണ്ടോ ഉള്ളത് ചെക്ക് ചെയ്യുന്നൊരു മീറ്റർ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ആ മാഗ്നറ്റിക് പവർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റിയ മെഷീൻസ് ഉണ്ട്. അത് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോടുണ്ടോ അത്ര എന്നു അറിയില്ല. ചില 2-3 സ്ഥലങ്ങൾ കോഴിക്കോടുണ്ട് നമ്മൾ മാഗ്നറ്റ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതെങ്ങനെ എനിക്ക് കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അവിടെ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വേറെ പവർഫുൾ മാഗ്നറ്റ് ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ഡിസ്ചാർജ് ആയ സാധനം രണ്ടാമതും മറ്റൊരു പവർഫുൾ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പവർഫുള്ളാക്കി എടുക്കാം. അത് കുറച്ച് സമയം 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്തെടുക്കാവുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് യൂട്യൂബ് സെർച്ച് ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. കാരണം കറക്റ്റായ മെഷർമെൻറ്റ് ഇപ്പോൾ ഈ മാഗ്നറ്റിന് വേണ്ട പവർ തന്നെ ഇതിനുണ്ടോ എന്നുള്ളത് അറിയാനുള്ള ഒരു മീറ്റർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കറക്റ്റായോ എന്ന് പറയാനും പറ്റില്ല, ഞാൻ പ്രൂവ് ചെയ്യാനും പറ്റില്ല. വളരെ മോശമായ ഒരു മാഗ്നറ്റ് ഒരു സ്പീക്കർ എടുത്തിട്ട് വർക്കിംഗ് ഇല്ലാത്തൊരു സ്പീക്കർ എടുത്തിട്ട് അത് നമുക്ക് ആ പറഞ്ഞ പ്രോസസ്സ് ചെയ്ത് നോക്കിയിട്ട് അതിന് വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് അറിയാനേ പറ്റുള്ളൂ. മറ്റൊരു മാഗ്നറ്റ് വെച്ചിട്ടുള്ള ആ വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്ത് നോക്കാം. കാരണം എനിക്കത് ഇതിനു മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ മാഗ്നറ്റിക് ചാർജിങ്ങിനെ പറ്റി പറയാനുള്ളത് ഇതാണ്. ഇങ്ങനെ ഒരു ഓപ്ഷനാണുള്ളത്. ചാർജ് ചെയ്യേണ്ട 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഹെവി പവർഫുൾ മെഷീൻസ് വെച്ചിട്ട് ചെറിയ മെഷീൻസ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഈ മെഷീൻ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് ഓൺലൈനായിട്ട് അവർ സെല് ചെയ്യുന്നുണ്ട്. ചെറിയ മെഷീൻസ് നമുക്ക് നാട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് വരുത്തിച്ചിട്ട് നമുക്ക് മാഗ്നറ്റ് ചാർജ് ചെയ്യുന്ന സർവീസായിട്ട് തുടങ്ങാൻ പറ്റും. നമ്മൾ DIY ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അങ്ങനത്തെ ഓപ്ഷനുണ്ട്. അപ്പോൾ എങ്ങനത്തെ ഓപ്ഷൻ വേണമെങ്കിലും ചെയ്യാം. ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഇങ്ങനെയാണ്. ഇത് കുറഞ്ഞു പോകുമ്പോഴാണ് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഉള്ള നിലവിലുള്ളത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്തെടുത്തു എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി അറിവില്ല.
അടുത്ത കമൻറ്റ് അലാം ക്രിയേഷൻസ് എന്ന ചാനലിലാണ്. PLC സിംപ്ലിഫൈഡ്, ചെക്കിംഗ് ഇൻപുട്ട് സ്റ്റാറ്റസ്, എക്സിക്യൂട്ട് പ്രോഗ്രാം, അപ്ഡേറ്റ് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ആൻഡ് റിപ്പീറ്റ്. അതായത് അതിൻ്റെ ആ ഒരു റണ്ണിങ് പ്രോസസ്സാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊരു കാര്യം പറഞ്ഞാലും അതിപ്പോൾ ഇൻപുട്ട് സ്റ്റാറ്റസ് ആയാലും എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം ആയാലും അത് ഏത് പറഞ്ഞാലും ശരി, അത് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ 1 മുതൽ തന്നെ തുടങ്ങണം. 2-3 വർക്കൊക്കെ ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 1 മുതലുള്ള കുറച്ച് വീഡിയോസ് ചെയ്ത് വന്നിട്ടാണ് വരുന്നത്. വീഡിയോസ് അപ്ലോഡായി വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പുതിയ ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ Arduino Uno ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ഒരു പ്രോഗ്രാം ഇട്ട് റൺ ചെയ്യിക്കുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആർക്കും, ഞാൻ അന്ന് പറഞ്ഞ പോലെ ടെക് ഐഡിയ ഉള്ള ആർക്കും ഇത് റൺ ചെയ്യിക്കുക, ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം എപ്പോഴാണ് വരുന്നത്, ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മളെ ബേസ് ഒരു സ്പീക്കർ അസംബിൾ ചെയ്യാനും ആംപ്ലിഫയർ അസംബിൾ ചെയ്യാനും 100 വാട്ട്സിന് എത്ര വേണം, 200 വാട്ട്സിന് എത്ര വേണം, മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് എന്ത് ചെയ്യണം, അതുപോലെ ഏതൊക്കെ തരം കണക്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ പോലെ ഇത് മനസ്സിലാക്കിയാൽ അതും വളരെ സിമ്പിളായി. അതൊക്കെ നമുക്ക് ചെയ്ത് മനസ്സിലാക്കി വരാം കുറച്ച് ഈസിയായിട്ട്. പെട്ടെന്ന് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവില്ല, പറഞ്ഞു തന്നാൽ എനിക്കും ക്ലിയറായി കിട്ടണമെന്നില്ല. കാരണം നമുക്ക് A to Z പറയുന്ന പോലെ ആവില്ല ഇടയിൽ വെച്ച് പറയുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കി വരുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൽ പറഞ്ഞ ആ കമൻറ്റിൽ പറഞ്ഞ PLC എന്താണെന്ന് മനസ്സിലായല്ലോ, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ. അതായത് നമുക്ക് ഒരുപാട് മെഷീൻ ലെവൽ കൺട്രോളിങ് നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ആ സമയത്തുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം പ്രോഗ്രാം എന്താണ്, കൺട്രോളർ എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം എന്നുള്ളത് കൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയേണ്ടി വരില്ല, നിങ്ങൾ തന്നെ ഒരു ഐഡിയാസ് ഇങ്ങോട്ട് പറയുന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആവട്ടെ, എല്ലാവർക്കും അങ്ങനെ തന്നെ ആ ഒരു ലെവലിൽ എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനത്തെ കുറേ പേരെ ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിലെ കമൻസ് വളരെ കുറച്ചാണ് വായിച്ചത്, കുറച്ച് സിമ്പിൾ കമൻസാണ് വായിച്ചത്. കാരണം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കധികം ടൈം കിട്ടിയില്ല. പിന്നെ വർക്കും എല്ലാം കൂടി ഭയങ്കര പ്രശ്നമായിരുന്നു, ക്ഷീണമുള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ വൈകിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.